ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ ഹൂ ഹേർട്ട് അസ്. നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളെ എങ്ങനെ നേരിടാം? നമ്മൾ വേദനിപ്പിക്കുമ്പോൾ നമ്മൾക്ക് എന്താ തോന്നുക? നമുക്കൊരു ലോവർ സെൽഫ് എസ്റ്റീം അല്ലേ? നമുക്ക് ആ ഒരു സ്വയം ബഹുമാനിക്കാനുള്ള ഒരു തോന്നൽ അവിടെ പോവും. കാരണം സംബഡി ഈസ് ഹേർട്ടിങ് അസ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മളൊരു വാല്യൂ ഇല്ലാത്ത ആളാണ്, നമുക്ക് നമ്മളെ ആരും ബഹുമാനിക്കുന്നില്ല, ഇങ്ങനത്തെ കുറേ തോന്നലുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആങ്സൈറ്റി, ഇനിയും ഇത്തരം ആളുകളോട് പെരുമാറുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുകളും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മുടെ തന്നെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളോ ഒക്കെ ആകാമല്ലേ. നമ്മൾ വിചാരിക്കില്ലേ ഇവരൊന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്യും, ഇവരുടെ മനസ്സെന്താ ഇങ്ങനെ, ഇതൊന്നും നമുക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് പലപ്പോഴും അപരിചിതരല്ല, നമ്മളോട് ഏറ്റവും അടുത്ത ആളുകളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതികാരമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതോ മിണ്ടാണ്ടിരിക്കണോ? അതോ എന്തെങ്കിലും വേറെ വഴിയുണ്ടോ? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതിൽ എൻ്റെ കുറച്ച് അനുഭവങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മളുടെ വികാരങ്ങളെ, നമുക്ക് എന്തൊക്കെ ഇമോഷൻസ് തോന്നുന്നു, ആ ഇമോഷൻസിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് പെയിൻഫുൾ ആണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ് വേദന എന്നുള്ളൊരു അതായത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ ഓർമ്മിക്കും, എന്നെ വേദനിപ്പിച്ച ആളുകളെയൊക്കെ. ആ വേദന ഞാൻ മറച്ചു വെക്കാറേ ഇല്ല. അത് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആ വേദന മറച്ചു വെക്കാറില്ല. ഞാൻ എക്സ്പ്രസ് ചെയ്യും. ഞാൻ പെട്ടെന്ന് കരയും. ഞാൻ സെൻസിറ്റീവാണ്. എന്നെപ്പോലെ കുറേ ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് ആളുകളുണ്ടാവും. എന്നെപ്പോലെ കുറച്ച് ആളുകൾ ഈയിടെയായിട്ട് കാണാൻ സാധിച്ചു. അതൊരു കാര്യം. പെട്ടെന്ന് കരയും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ ഞാൻ എല്ലാവരുമായിട്ടും ഓക്കെ ഓക്കെ ആവുകയും ചെയ്യും. പക്ഷെ മറ്റാൾ മറന്നിട്ടുണ്ടാവില്ല ഞാൻ കരഞ്ഞത്. അപ്പം അവർ ചിന്തിക്കും, ഓ ഇത്രയും ചെറിയ കാര്യത്തിന് കരയൊക്കെ ചെയ്യും, ഇത്രയും വലിയ സ്ത്രീ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ കരച്ചിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ മറച്ചു വെച്ച് അഭിനയിക്കണോ ആ സിറ്റുവേഷൻ? എനിക്കറിയില്ല. ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ നിന്നിട്ടും ഞാൻ കരഞ്ഞിട്ടുണ്ട്. നമ്മളെ അപമാനിച്ച് വിടണ ആ ഒരു സിറ്റുവേഷനിൽ. അത് ജോലി സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്, വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കരയും. പെട്ടെന്ന് കരയുമ്പോൾ പറയും, ഓ ഇവൾക്ക് ഇമോഷൻസിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് ഓരോരുത്തരുടെ ഹാബിറ്റ് ആയിരിക്കാം. പിന്നീട് എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ കുറേ ആളുകളുണ്ടെന്ന്. അല്ലെങ്കിൽ പറയും നമ്മൾ ആ സിറ്റുവേഷൻ സ്പോയിൽ ചെയ്തു കരഞ്ഞിട്ട്. പക്ഷെ അവർ പറഞ്ഞ വേർഡ്സ് ഒന്നും അവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല. നമ്മൾ കരഞ്ഞത് മാത്രമായിരിക്കും അവിടുത്തെ പ്രശ്നം. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ? അപ്പോൾ നമുക്ക് ആ ഒരു വികാരത്തെ, ആ ഒരു ഇമോഷനെ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ ഞാൻ കരഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു മെൻ്റൽ ടഫ്നെസ് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ മനസ്സിൻ്റെ ശക്തി പോലും നമുക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വയം ചോദിക്കുക, എന്താണ് എനിക്ക് ഇത്ര വേദന തോന്നാനുണ്ടായ കാര്യം? എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഇത്രയും വേദനിച്ചത് എന്ന് സ്വയം ചോദിക്കാം. കാരണം നമ്മളോട് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചോദിക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി ഗ്യാതറിങ്സ് ഒക്കെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. കാരണം കുറ്റങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തൊരു ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടായി നിൽക്കുകയെന്ന് വെച്ചോ, മെയിൻലി ആ ഫാമിലിയുടെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. അവൾക്ക് കുറച്ചും കൂടി ഉപ്പിടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് മുളക് ഇടായിരുന്നു. ആക്ച്വലി ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ഇറ്റ്സ് എവ്രി വൺസ് റെസ്പോൺസിബിലിറ്റി. ആ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഗസ്റ്റിന് നല്ല ഫുഡ് കൊടുക്കണം, നല്ല വൃത്തിയിൽ കൊടുക്കണം എന്നുള്ളത്. അത് ആ വീട്ടിലത്തെ മരുമകളുടെ മാത്രം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അവളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. പ്രത്യേകിച്ച് ന്യൂലി മാരീഡ് ആയിട്ടുള്ള വരുന്ന പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ആ മരുമകളെ കൂടുതൽ കുറ്റം പറഞ്ഞ് അവളുടെ മേത്ത് എല്ലാ പഴിയും ചാരുന്ന അവസ്ഥകൾ മുതിർന്ന ഫാമിലി മെമ്പേഴ്സിന് ഉണ്ട്. അങ്ങനത്തെ ഒരു ഹാബിറ്റും ഉണ്ട്. അപ്പോൾ അവളെന്ത് ചെയ്യും? അവളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരുമില്ല, അവളുടെ വീട്ടുകാരില്ല. അവൾ എന്തായാലും വീട്ടിൽ നിന്ന് വിട്ടു വന്നതാണല്ലോ. സ്വാഭാവികമായിട്ടും അവൾ കരയും അല്ലേ? അപ്പോൾ അത്ര തന്നെ എല്ലാ സ്ത്രീകളും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ പറയും, നമ്മൾ ആ ഒരു സെലിബ്രേഷന് നമ്മൾ സ്പോയിൽ ചെയ്തു ബിക്കോസ് യു ക്രൈഡ്. പക്ഷെ അവർ നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞതൊന്നും അവിടെ മാറ്റർ ഇല്ല. അല്ലെങ്കിൽ അവിടെ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതൊന്നും മാറ്റർ ഉണ്ടാവില്ല. അതുപോലെ ജോലി സ്ഥലത്തായാലും
നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ എല്ലാവർക്കും പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് അതിൽ. പക്ഷെ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്ത് ഹേർട്ട് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. നമ്മൾ തന്നെ പറഞ്ഞറിയും, നിന്റെ ഫ്രണ്ടാണ് നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമവും. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവുക എന്നുള്ള കാര്യം പറഞ്ഞത്. ആ ബെസ്റ്റ് ഫ്രണ്ട് ചെന്നിട്ട് അത് സൂപ്പർവൈസറുടെ അടുത്ത് ഫസ്റ്റ് പോയി പറഞ്ഞു, ഷീ ഈസ് ഗോയിങ് ടു റിസൈൻ. ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരനാണെന്നും പറഞ്ഞു. പക്ഷെ അത് അവർ മറച്ചു വെച്ചു. പിന്നീട് എനിക്ക് ആ ജോലിയിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാണ്ട് വരികയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഫ്രണ്ട് കാരനുണ്ടായി. ഞാൻ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ സെയിം ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ എല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിനു മുൻപും വേറൊരു ജോലി സ്ഥലത്തും ഇതുപോലൊരു ഫ്രണ്ട് കാരനുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് മുൻതൂക്കം കൊടുക്കുന്ന കാരണം നമ്മൾ വിചാരിക്കുന്നില്ല ഇവരിങ്ങനെ പറയുന്നത്. അപ്പം നമ്മളുടെ വികാരങ്ങൾ നമുക്ക് അപ്പം തോന്നുന്ന എന്താ ഫീലിങ്സ് എന്നുള്ളത് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് പക്ഷേ ഇതൊക്കെ നിങ്ങളോട് പറയാൻ കഴിയുന്നത് 20കളിലെ ഞാൻ അല്ലാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ 40കളിലാണ്, നിയറിങ് 50. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ എനിക്ക് പറയാം. പക്ഷേ 20കളിൽ നമുക്ക് ആ ഒരു ലോജിക് ഓഫ് തിങ്കിങ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു പെയിൻ എന്നെ ഇത്രയധികം ബാധിച്ചതെന്നുള്ളത്. പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതിരിക്കുക. അത് എൻ്റെ അടുത്ത് എൻ്റെ സൂപ്പർവൈസർ പറഞ്ഞതാണ്. നമ്മൾക്ക് കോപത്തിലോ നമുക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിലോ സങ്കടത്തിലോ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ചിലപ്പോൾ റിഗ്രറ്റിന് കാരണമാവും എന്നുള്ളത്. നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക. പക്ഷേ ആസ് യൂഷ്വൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനും പല സിറ്റുവേഷനിലും പെട്ടെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പ്രതികരണം ഒക്കെ വളരെ സ്ലോയിലാണ്. കുറച്ച് സമയമെടുത്ത് പ്രതികരിക്കുക. ശാന്തമായ ശേഷം, മനസ്സൊക്കെ ശാന്തമായതിനു ശേഷം സംസാരിക്കാനോ തീരുമാനം എടുക്കാനോ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തത വരും തീരുമാനത്തിൽ. വ്യക്തമായി സംസാരിക്കാം. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ അറിയാതെ വേദനിപ്പിച്ചതാകാം. അങ്ങനെയും പറയും, എനിക്കറിയില്ലായിരുന്നു നീ വേദനിക്കുമെന്നുള്ളത്. നിനക്കതിഷ്ടമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്നും പറയും. ഓക്കെ. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തേണ്ട. നിങ്ങൾക്ക് എന്താ സമയത്ത് തോന്നിയ വികാരം അല്ലെങ്കിൽ ഇമോഷൻ അത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആളാണെങ്കിൽ കേട്ടോ. ചില സമയത്ത് നമുക്കൊന്നും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലമാണെങ്കിൽ ഇൻലോസിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളുടെ ഓഫീസിലാണെങ്കിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസറിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു ഇഷ്യൂ ഇതായിരുന്നു എന്നുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ പാർട്ട്ണറുടെ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ അദ്ദേഹം കേൾക്കുന്ന ആളെങ്കിൽ, അല്ലെങ്കിൽ അവർ കേൾക്കുന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം, നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി കേട്ടോ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ പല തെറ്റിദ്ധാരണകളും പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ അത് സഹായിക്കും. ഇനി 4മത്തെ ഒരു കാര്യം, ബൗണ്ടറീസ് നിശ്ചയിക്കാം. ഒരേ തെറ്റ് നിങ്ങളോടൊരു വ്യക്തി ആവർത്തിച്ച് ചെയ്യുന്നു, നിങ്ങൾ ഒരേ സമയം ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ബൗണ്ടറീസ് നിശ്ചയിക്കാം. ഒരേ തെറ്റ് ആവർത്തിച്ച് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പരിധി ഇതാണ് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള പരിധി എന്നുള്ളത് വ്യക്തമാക്കാം. നമ്മുടെ മനസ്സമാധാനം സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ബന്ധമുണ്ട്. അതിലും ഒരു ഉദാഹരണം പറയാം. ഒരു എൽഡർലി പേഴ്സണാണ്. ഷീ ഓൾവേസ് കോൾസ് ആഫ്റ്റർ 8 o'clock. ആഫ്റ്റർ 8 or 9 or 10 ആ ഒരു സമയം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഉറക്കത്തിൽ പോണ ഒരു സമയത്താണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാനോ നമുക്ക് ആ ഒരു കോളിനോട് നമുക്കത് അരോചകമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് ഈവനിങ് റിച്വൽസ് ഉണ്ട്, നമുക്ക് ചെയ്യേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുകളുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു മീ ടൈമാണ്. നമ്മൾ മൊബൈലൊക്കെ മാറ്റി വെച്ച് നമ്മളുടേതായ ഒരു മീ ടൈമാണ്. ആ സമയത്ത് വിളിച്ചിട്ട് എന്താ വിശേഷം, എന്തൊക്കെയാന്ന് ചെയ്ത്, ആൻഡ് ദിസ് പേഴ്സൺ നെവർ നമ്മളുടെ ഒരു ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ഹെൽപ്പും ചെയ്യാത്തതാണ്. പക്ഷെ ആ കോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കോളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പരിധി ഇതാണ് നിശ്ചയിക്കുക. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് സംരക്ഷിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഒരു കാര്യം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അതായത് 20s എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഫാമിലി എന്നെ മനസ്സിലാക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് മനസ്സിലാക്കും, അല്ലെങ്കിൽ എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് മനസ്സിലാക്കും എന്നുള്ളതാണ്. പക്ഷെ ആരും ചിലപ്പോൾ ഒന്നും മനസ്സിലാക്കില്ലേ നമ്മളെ.
പിന്നെ അവർ മാറും എന്ന് വിചാരിക്കും. നമ്മൾ കുറേ ഗുണപാഠ കഥകളും സിമിലർ സിറ്റുവേഷൻസും ഒക്കെ പറയുമ്പോൾ ഈ വ്യക്തികൾ മാറും എന്ന് വിചാരിക്കും. പക്ഷേ ഈ വ്യക്തികളൊന്നും മാറില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആരും മാറൊന്നുമില്ല. ആ ഒരു പ്രതീക്ഷ വേണ്ട. ചിലർ മാറിയിരിക്കാം. പക്ഷെ പല ആളുകളും മാറില്ല. ചിലർ സ്വന്തം പെരുമാറ്റം തിരിച്ചറിയുകയും മാറുകയും ചെയ്യും. അവർ മാറും. അതായത് നമ്മുടെ അപ്രോച്ചിലുള്ള മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ നമ്മളോട് ബാഡ് ബിഹേവിയർ കാണിച്ച ചിലപ്പോൾ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഒരു മാപ്പ് പറയാം, നമ്മളോട് വീണ്ടും ജെല്ലായി പെരുമാറാം അല്ലേ. ചില വ്യക്തികൾ ഒരിക്കലും മാറില്ല. അപ്പോൾ നമുക്ക് എന്താ നിയന്ത്രിക്കാൻ പറ്റുക? നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യണ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പഠിച്ചത് കുറേ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ കേട്ടോ. ഞാൻ കുറേ മോട്ടിവേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈക്ക് 35 to 40 ആ ഒരു ഏജിൽ, 35 to 45 അങ്ങനത്തെ ആ ഒരു സമയം ഉണ്ടല്ലോ. അപ്പം നമ്മൾ സെൽഫ് റിയലൈസേഷൻ്റെ സമയമാണ്. കുറേ മോട്ടിവേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് മറ്റൊരാളെ മാറ്റാനൊന്നും പറ്റുന്നില്ല. മാറിക്കഴിഞ്ഞാൽ അത് അവരുടെ ഒരു എന്താ പറയുക, കൈൻഡ് ഹാർട്ടൊന്നും അല്ലെങ്കിൽ അത് ഇറ്റ്സ് അപ് ടു ദം. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കണ കുറേ ഹേർട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കണ തന്നെ അത് പറയാമല്ലോ. കാരണം നമ്മളിപ്പോൾ ഒരു വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ബ്ലൂ ടിക്കൊക്കെ വരും. പക്ഷേ നമ്മൾ ഈ ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കണ കാരണേ ഇവർ നമ്മുടെ ബ്ലൂ ടിക്കൊന്നും, അതായത് ഇവർ കണ്ടിട്ടും റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ കുറേ കഴിഞ്ഞിട്ട് പറയും, ജിത എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു, ഞാൻ ജോലിയിൽ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു, എനിക്ക് മൊബൈൽ എടുക്കാൻ സാധിച്ചില്ല. 24 hours അവർ മൊബൈലിലാണെന്ന് അറിയാം. ബിക്കോസ് ദേ ആർ പുട്ടിങ് സ്റ്റാറ്റസ്. അവർക്ക് സ്റ്റാറ്റസ് ഇടാൻ സമയമുണ്ട്, അവർക്ക് പുറത്ത് പോകാൻ സമയമുണ്ട്, അവർക്ക് ബാക്കിയുള്ള നമ്മുടെ ഒരു മെസ്സേജ് ഒരു 2 minutes പോലും ഉണ്ടാവില്ല. നമ്മളതൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്തായിരിക്കാം. അതുപോലെ നോക്കി റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം പ്രസ്തുത വ്യക്തികൾക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അവർ പറയണതൊക്കെ കേൾക്കുകയും നമ്മൾ അവരോട് നന്നായി പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാലും പ്രസ്തുത വ്യക്തികൾക്ക് തന്നെ ഉണ്ടാവില്ല. പിന്നെ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു നാണവും ഇല്ലാണ്ട് വീണ്ടും വന്ന് നമ്മളോട് നല്ല നല്ല രീതിയിൽ സംസാരിക്കാനും അവർക്കറിയാം. പക്ഷെ നമ്മളവിടെ ഹേർട്ടായിട്ടുണ്ട്. നമ്മളൊരു മെസ്സേജ് ഇപ്പം ഞാനപ്പോൾ പുതിയ ചാറ്റുകളൊക്കെ 24 hours കഴിഞ്ഞിട്ടത് ഡിസപ്പിയറിങ് മോഡിലിട്ടേ. കാരണം അവരത് കണ്ടില്ല എന്ന് കണ്ടിട്ട് എൻ്റെ മനസ്സ് വിഷമിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇതൊരു നല്ല ടെക്നിക്കാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാണ്ടിരിക്കുക, ഞാൻ അങ്ങനെ 24 hours അതിന് ഡിസപ്പിയർ ഇട്ട് വെച്ചേക്കാം. എൻ്റെ കേൾക്കാത്ത മെസ്സേജുകൾ അവിടെ കിടക്കുന്ന കാണുമ്പോഴേ മനസ്സിന് ഭയങ്കര വിഷമം. ഒരു കേൾക്കുകയില്ല, തീരെ കേൾക്കുകയില്ല. അങ്ങനത്തെ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും എല്ലാവരുടെ ലൈഫിലും. ഇനി 6ാമത്തെ കാര്യം, ക്ഷമിക്കുക എന്നുള്ളത് മറക്കുകയല്ല. നമ്മൾ അവരുടെ തെറ്റിനെ അംഗീകരിക്കുന്നതല്ല. നമുക്കൊരാളോട് അവർ ഹേർട്ട് ചെയ്തതിന് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്നും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളിൽ നിന്നൊക്കെ പഠിച്ചത്, നമ്മൾ ക്ഷമിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യനും താണ്ടുന്ന മരുഭൂമികളില്ലേ, അതായത് വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖത്തിൻ്റെയൊക്കെ. ഇപ്പം നമ്മൾ കൂടുതൽ ഹേർട്ടുകൾ കിട്ടുന്ന സ്ഥലത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നു. അത് അവരുടെ തെറ്റിനെ അംഗീകരിക്കുന്നതല്ല കേട്ടോ. അത് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ആ ഒരു ഹെവിനെസ്സില്ലേ അതിന്ന് ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ലൈറ്ററാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷമിക്കണോ അയാളോട് വേണ്ട എന്നുള്ളതും ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് പുറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതെനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല ജിത, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് മച്ച് ഐ ഗോട്ട് ഹേർട്ട്. എനിക്ക് അത്രമാത്രം വേദന ആ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്കൊരിക്കലും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റില്ല. ഓക്കെ, ദാറ്റ് ഇസ് അപ് ടു ദം. അത്രയേ ഉള്ളൂ. കാരണം എനിക്കും പല വ്യക്തികളോടും ക്ഷമിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈൻഡിലൊരു ഹെവിനെസ് മാറ്റുക എന്നുള്ള നിലയ്ക്ക് ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള പോലെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി 7ാമത്തെ കാര്യം, നമുക്ക് കൂടുതൽ ഹേർട്ട് ഉണ്ടാവാണ്ടിരിക്കാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ലൈഫിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുറ്റുമുള്ളവർ എന്തുമായിക്കോട്ടെ, എന്തും പറഞ്ഞോട്ടെ, അങ്ങനെ ആ ലെറ്റ് ഇറ്റ് ഗോ മോഡല്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ കുറിച്ച് നിരന്തരം ചിന്തിച്ചാൽ അവർക്ക് എന്താ ഉണ്ടാവുന്നത്? അവർക്കൊന്നും ഉണ്ടാവില്ല.
നമുക്കുണ്ടാകുന്നത്. നമ്മുടെ സമയവും പോവും, നമ്മുടെ എനർജിയും പോവും. നമ്മൾ കുറേ വിഷമിക്കും. പക്ഷെ നമ്മളെ വേദനിപ്പിച്ച ആളുകളില്ലേ, നമ്മളെക്കുറിച്ച് യാതൊരു വിധത്തിൽ ചിന്തയൊന്നും ഉണ്ടാവില്ല. അവര് അവരീ പറഞ്ഞ പോലെ അവർ നമ്മളെ വേദനിപ്പിച്ചു, അവരുടെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു, ദേ ഹാവ് ഓൾറെഡി മൂവ് ഓൺ. ഓക്കെ. ഈ വേദനിപ്പിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ മക്കളും ആവാം കേട്ടോ. മക്കളും വേദനിപ്പിക്കാം, പാരൻസ് വേദനിപ്പിക്കാം. കാരണം അവർക്കൊന്നും നമ്മളെക്കുറിച്ച് പൂർണ്ണമായ ചിന്തയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആ മൊമെൻറ്റിൽ അവരെ മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളെ സെൽഫ് സെൻറ്റേർഡ് എന്ന് വിളിക്കാം. നമ്മൾ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ലൈഫായിരിക്കാം. പക്ഷെ നിങ്ങൾ സെൽഫിഷാണ്, അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് വെച്ചിട്ട് തള്ളിക്കളയാം. ഇനി ഇതിന് പകരം നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാം. ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് കുറേ നാൾ വിഷമങ്ങൾ നമ്മളെ മനസ്സിൽ അലട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള സ്കില്ല് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാം. മറ്റുള്ളവർ ഹേർട്ട് ചെയ്യണത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല ബന്ധങ്ങൾ വളർത്താൻ ശ്രമിക്കുക. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ വേദനിപ്പിക്കുന്ന ആളുകളെ നേരിടുന്നത് അല്ലേ? എനിക്ക് വേറൊരു സിറ്റുവേഷൻ കൂടിയും പറയാറുണ്ട്. എനിക്ക് ഈ ബോഡി ഇൻഫ്ലമേഷൻ അഥവാ ഫൈബ്രോമയാൽജിയ ഉള്ള ആ ഒരു കാലഘട്ടത്തിലും എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു വന്നിട്ട് പലപ്പോഴും ഇങ്ങനെ ഹേർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ നീർക്കെട്ട്, തടി ഇങ്ങനെയൊക്കെ പറ്റിയിട്ട്. പക്ഷേ ഈ ഏറ്റവും അടുത്ത ബന്ധുവിനെ അറിയാം ഞാൻ കഷ്ടപ്പെടുന്നതും ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ്, ചലഞ്ചസ് കവർ ചെയ്യണതെല്ലാം. വാട്ട് ഷീ ഡിഡ് അവർ വന്നിട്ട് കൈയായിട്ട് അമർത്തി പിടിച്ച് കുത്തി നോവിച്ചിട്ട്, അതായത് പിഞ്ചിയില്ലേ, പിച്ചിട്ട് തന്നെ പോയി യഥാർത്ഥത്തിൽ. ഇതാണോ നിൻ്റെ നീര് എന്ന് ചോദിച്ചിട്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാനതിരുന്ന് കരഞ്ഞ് 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 കുറേ ദിവസം തന്നെ അത് മൈൻഡിലിട്ട് നടന്നു. പിന്നീട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞു, അവർ സൈക്കോളജി ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നാർസിസ്റ്റുകളെ പറ്റിയിട്ടൊന്ന് റിസർച്ച് ചെയ്യാൻ. പിന്നീട് ഈ നാർസിസ്റ്റിക് മെൻറ്റാലിറ്റീനെ പറ്റി റിസർച്ച് ചെയ്തു. മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ട് സന്തോഷം കണ്ടെത്തുന്ന ആളുകളെ പറ്റി റിസർച്ച് ചെയ്തു. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. അതുപോലെ നമുക്ക് സൈക്കോളജിയൊക്കെ കുറച്ച് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തരം വ്യക്തികളുടെ സൈക്കോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഹേർട്ട് ചെയ്യാണ്ട് നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ നിങ്ങൾ എങ്ങനെ നേരിട്ടു എന്നുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഒന്ന് ഓർത്തെടുത്താലും മതി. അല്ലെങ്കിൽ ഓർക്കാൻ വിഷമമുള്ളതാണെങ്കിൽ ഓർക്കും വേണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ മിണ്ടാതിരിക്കണോ, നമ്മൾ പ്രതികരിക്കണോ? ഇത്തരത്തിലുള്ള ജീവിത പാഠങ്ങളും മനഃശാസ്ത്ര വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇത്തരം വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ.